ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വഹിയ ബൈത്തിൽ ഫായിസിൻ റളിയല്ലാഹു അൻഹു. ബഹുമാനമുള്ള അധ്യക്ഷൻ, അതുപോലെ പണ്ഡിതന്മാരെ, കാഥികന്മാരെ, കലാകാരന്മാരെ, വിശുദ്ധ ഗ്രന്ഥങ്ങളെപ്പോലെ തന്നെ ഗഹനമായി ഇസ്ലാമിൻ്റെ ചരിത്രാധ്യായങ്ങൾ വരച്ചു വെച്ച ഗ്രന്ഥങ്ങൾ മുഴുവൻ പഠിച്ച കലാകാരന്മാരെ, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. പൈതൃക ഭാഷയുടെ പ്രസക്തി എന്ന വിഷയമാണ് കാണിച്ചിട്ടുള്ളത്. മാപ്പിളപ്പാട്ട് ആണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ നിറയെ കാണുന്നത്. മാപ്പിളപ്പാട്ട് എന്ന ശബ്ദം പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളൊന്നും ആയിട്ടില്ലെങ്കിലും കിസ്സപ്പാട്ടുകളായി നമ്മൾ പറയുന്ന സബീനപ്പാട്ടുകൾ, കിസ്സപ്പാട്ടുകൾ എന്നൊക്കെയാണ് നമ്മുടെ ഈ പാട്ടുകൾ ആദ്യം അറിയപ്പെട്ടത്. പിന്നീട് മാപ്പിളപ്പാട്ട് എന്ന് പറയപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതൊക്കെ വായിക്കണമെങ്കിൽ പുന്നത്ത് സക്കാഫിയുടെയും മറ്റൊക്കെ പുസ്തകങ്ങൾ വായിച്ചാൽ നല്ല പഠനമാണ്. അങ്ങനെയൊക്കെ പറയപ്പെട്ടത് കൊണ്ട് നമ്മൾ മാപ്പിളപ്പാട്ടുമായി അഭേദ്യ ബന്ധം, വെറും കിസ്സപ്പാട്ട് എന്നുള്ള പേരിലല്ല നമ്മൾ മാപ്പിളപ്പാട്ട് എന്ന് നമ്മുടേതൊക്കെ. യഥാർത്ഥ മാപ്പിളപ്പാട്ടാണെങ്കിൽ അതിന് ട്രഡീഷണൽ, അതിന്റെ ഭാഷ വേണം. അതിന്റെ ക്ലാസിക്കൽ ഭാഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അറബി മലയാള സാഹിത്യം, അറബി മലയാള ഭാഷ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും അറബി മലയാള സാഹിത്യമാണ് മാപ്പിളപ്പാട്ടിന്റെ ഭാഷ. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോ അവിടെ വന്നപ്പോ ഞാൻ അമ്പരന്ന് പോയി. സത്യത്തിൽ ഒരു ആലങ്കാരികല്ല, ആർക്കെങ്കിലും പറയാൻ കഴിയുമെന്ന് ചോദിച്ചിട്ട് ഉസ്താദ് അവർകൾ സൈഫ് ഏതാണ്, എന്ത് സൈഫായി പറഞ്ഞത്, സൈഫീനാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതിനെപ്പറ്റി ആധികാരികമായി പറയണ്ട. അപ്പൊ ഒരു ഉസ്താദ് പറഞ്ഞു ഇപ്പുറത്ത് ചെറുവിന്റെ അർഫുണ്ടായതിന് സൈഫാന്ന് പറയാൻ പറ്റൂല എന്ന്. അയാളും സൈഫി തന്നെയല്ലേ. അപ്പൊ ഞാനും അങ്ങനെ മനസ്സിലാക്കി, ഇതെന്താ സൈഫി എന്ന് പറഞ്ഞോണ്ടാ, സൈഫാന്ന് പറയാത്തോണ്ടാ, സൈഫു എന്ന് പറയാത്തോണ്ടാ, കൈല എന്തേലും ബെയ്ത്ത് പറയും. നമ്മളെ എല്ലോ പല സ്ഥലത്തുണ്ടല്ലോ ആ ബെയ്ത്ത്, അതിന്റെ അർത്ഥം. അപ്പൊ സൈഫ് അത് നമ്മളെ പാട്ടില് സൈഫ് എന്ന് വന്നു, കിതാബില് സൈഫ് അല്ല എന്നാണ് ആ പറയുന്നത്. പിന്നെ മനസ്സിലായത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നത്, നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ പറഞ്ഞെങ്കിൽ എന്താണ് ഈ പറഞ്ഞത്, പെട്ടെന്ന് നമ്മളെ നീന്താൻ അറിയാത്തവനെ കുളത്തേക്ക് കടലിക്കൊക്കെ വലിച്ചിട്ട പോലെ എനിക്ക് തോന്നി, ഒന്നും ഉണ്ടായെങ്ങനെയായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചർച്ച വരുന്നത്? നമുക്ക് അറബി മലയാള സാഹിത്യത്തിലാണ് മാപ്പിളപ്പാട്ടുകൾ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ടാണ്. അറബി മലയാള സാഹിത്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഇതിന്റെ അടക്കാലത്ത് സങ്കര ഭാഷ അത് കളിയാക്കാറുണ്ട്. സങ്കര ഭാഷ അത് കളിയാക്കാൻ പറ്റൂല മാപ്പിളപ്പാട്ടിന്റെ ഭാഷയെ. അറബി, ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദി, തമിഴും, ഫാരിസി, ഇബ്രാഹിം ഒക്കെ ഉണ്ടാവും മാപ്പിളപ്പാട്ട്. അതുകൊണ്ട് സങ്കര ഭാഷ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നവരുണ്ട്. അത് കളിയാക്കലായിട്ടാണ് കൂട്ടുന്നത് ഞങ്ങളൊക്കെ. ഓം പെരിയാറ് കൊണ്ടും പറഞ്ഞ് അങ്ങനെ നമ്മൾ പറയാൻ സമ്മതിക്കരുത്. സങ്കര ഭാഷ എന്നുള്ള പ്രയോഗം ഒഴിവാക്കിയിട്ട് അറബി മലയാള സാഹിത്യം. ഗൾഫിൽ നിന്ന് അറബികൾ കച്ചവടത്തിന് നമുക്കറിയുന്നത് പോലെ ഇവിടെ വന്നിട്ട് വീക്ഷണം ഉണ്ടല്ലോ, ഇത് നമ്മളതൊന്നും ഇല്ല, വേറെ കിതാബിലൊന്നും ഇല്ല. പിന്നെ വീക്ഷണം പാരമ്പര്യമായി വന്നത് മനസ്സിലാക്കില്ല പോലല്ല. കച്ചവടത്തിന് ഇവിടെ നല്ല നല്ല അറബികൾ വന്നിട്ട് താൽക്കാലികമായി ഒരു പെണ്ണ് കിട്ടു. കെട്ടുമ്പോ താൽക്കാലികമായി കെട്ടാൻ പറ്റൂല, അതൊക്കെ നമ്മളെ അവസരമല്ല. ഏതായാലും കെട്ടുമ്പോ അങ്ങനെ നിയത്താക്കൂലായിരിക്കും. അങ്ങനെ നിക്കാഹ് കഴിച്ച് ഇവിടെ താമസിച്ച് കച്ചവടം കഴിഞ്ഞ് പിന്നെ അവരടുത്ത കപ്പലിൽ പോയി, പെണ്ണോട് ഗർഭിണിയായി. പിന്നെ ആ കുട്ടിക്ക് വാപ്പാൻ അറിയില്ല, മാതാവിന്റെ മാത്രം പിള്ളയായത്. അത് ലോപിച്ച് മാതാപിള്ള ലോപിച്ച് മാപ്പിളയായി എന്ന് പറഞ്ഞ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. മാപ്പിളക്ക് മഹഫിലും മറ്റൊക്കെ പറഞ്ഞ ചിന്താഗതി ഉണ്ടെങ്കിലും മഹഫിൽ ലോപിച്ചതും അതുപോലെ മറ്റു പല മഹാപിള്ളകരാണ് പിള്ളരാകരുന്ന് പറങ്കികൾ പറഞ്ഞിട്ട് അത് ലോപിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെയും പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ, രുചിഹാനൊന്നും കൊടുക്കുന്നില്ല. അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ കുട്ടികളുണ്ടായി. അതിന് ശേഷം മാതാവിനെ മാത്രമേ അറിയുള്ളൂ, മാതാവിന്റെ പിള്ളയാണത് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മാതാപിള്ള ഇവരാണെങ്കിലോ അറബികളിൽ നിന്ന് ജനിച്ചതല്ലേ, അതിൻ്റെതായ ഗുണഗണങ്ങൾ ഈ മനുഷ്യർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വല്ലാത്ത പിള്ളേരല്ല. അപ്പൊ മാതാവിന്റെ പിള്ള എന്ന് പറഞ്ഞു പാപ്പാരറിയപ്പെടാത്തത്, അത് മാപ്പിളയായി മാറി. ഏതായാലും ആ ഒരു ബന്ധം തന്നെ അറബ് നാടുമായുള്ള ബന്ധവും കച്ചവട ബന്ധവും അതിൽ നിന്ന് തന്നെ എന്നാണ് നിരീശ്വരവാദിയാകുന്ന ഒരാളെ പറയുന്നത്. ഏതായാലും മാപ്പിളപ്പാട്ടിന് എനിക്ക് അങ്ങനത്തെ സ്വർഗം വേണ്ട, ഗാന്ധിജിക്ക് വേണ്ടാത്തെന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവർ പോലും പറയുന്നത് അങ്ങനെ അറബികളുമായുള്ള ബന്ധം കൊണ്ടാണ് ഇതുണ്ടായത്. അപ്പൊ അറബി മലയാളം, അറബി തമിഴ്, അറബി കന്നഡ ഒക്കെ ഉണ്ടല്ലോ. അറബി മലയാളത്തിന്റെ നൂറ്റാണ്ടുകളുടെ മുമ്പ് അറബി തമിഴ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു.
അല്ലെങ്കിലും പുലവർ വിരോധിച്ചാൽ നടക്കപ്പാട്ട് എന്നാണ് ചേറ്റുവായ്പ ഈ കുട്ടി പാടിയത്. പുലവർ വിരോധിച്ചാൽ ഞങ്ങളെ ഏറ്റെടുക്കാൻ പാടില്ല, നിൽക്കണം അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പാടാൻ പറ്റാത്ത വിധം തമിഴ് പുലവരുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ മാപ്പിളപ്പാട്ട്. അപ്പൊ തമിഴ് വരും, അറബി വരും, ഇംഗ്ലീഷ് വരും, ഹിന്ദി വരും. ഇംഗ്ലീഷാണ് പായക്കാട്ട് കുറയല്, എന്നാലും അതൊക്കെ ഉണ്ടല്ലോ. രണ്ടാളും മേജറായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മറ്റേ താജുൽ അഖ്ബാർ കഥാപ്രസംഗം, ഇങ്ങനത്തെ പരിപാടിന്റെ ആവശ്യകത അവിടെ വരുന്നുണ്ട്. ഞാൻ 1-2 കഥാപ്രസംഗം കേട്ടു. നമ്മൾ എതിർക്കൂലല്ലോ, നമ്മള് ടീമല്ലേ. രണ്ടാളും മേജറാ, രണ്ടാളും നടക്കാൻ തുടങ്ങിയ ആളർത്ഥം. യാക്കൂബും ഐസും ഇങ്ങനെ നടക്കാൻ തുടങ്ങി, ജറ എന്നാണ്. ഞാൻ ചോദിച്ചു, പിന്നെ അങ്ങോട്ട് വൈകുന്ന ജറ ചോദിച്ചു. അപ്പൊ അതാണ് അങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൂടാ, വളർന്നു വരുന്ന കാതികന്മാരാണ്. പിന്നെ പഠിക്കാണ്. രണ്ടാളും മേജറായ ഇംഗ്ലീഷ് പദം മേജറും മൈനറും കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ ഉസ്താദ് എന്നാ അങ്ങനെ പറഞ്ഞു തരണം എന്ന് പറയുന്നു. അത് നമ്മളെടുത്തുണ്ടാവും. നമ്മൾ ആദ്യം പാടുമ്പോ ഒക്കെ പലതും ഉണ്ട്, എനിക്കൊക്കെ തന്നെ പല ഓർമ്മ ഉണ്ട്. മനസ്സിലാക്കുക, സ്വന്തം ഗവേഷണം ചെയ്ത് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് അറബി മലയാള സാഹിത്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാപ്പിളപ്പാട്ടിന്റെ ഭാഷ. അതിലിങ്ങനെ പലതും കടന്നു വരുന്നോണ്ടാ ഒരു ശൈഖ് എന്ന പദത്തെ ചർച്ച ചെയ്യാൻ എത്ര സമയം നമ്മൾ എടുത്തു. എന്നിട്ട് തീരുമാനമാകാതെ അത് കണ്ടവരുണ്ടെങ്കിൽ പറയണം, കിതാബ് നോക്കണം. ജനങ്ങളെ മനസ്സിലാക്കിയ പാട്ടും പാടി കൊഫലത്തിൽപ്പെട്ട് ഇങ്ങനെ നടക്കുക, വാബു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒക്കെയാണ് വിചാരിക്കുന്നത്. പാട്ടുകാർക്ക് രണ്ടോ മുന്തോ അല്ലാതെ വിചാരിക്കുക. നമ്മുടെ 2ാം നമ്പറായിട്ടാണ് കൂട്ടുകാർപ്പോ പാടി പറഞ്ഞതൊക്കെ കേൾക്കാമെങ്കിൽ ഇവർക്ക് ഇത് മാണേനും ബാങ്കിന് കിട്ടുന്നേക്കാൾ ആളിതാണ് കിട്ടുക. അങ്ങനെ അപ്പൊ ഈ വിവിധ ഭാഷകൾ നിന്നൊരു ട്രിക്കാണ്, ഒരു ഹിക്മത്ത മാപ്പിളപ്പാട്ടിന്റെ. ഈ വിവിധ ഭാഷാ പ്രയോഗങ്ങൾ ശീലിച്ചു വരുന്നവർക്ക് എഴുതുമ്പോ അറിയാതെ വന്നു പോകാണ് വിവിധ ഭാഷകൾ. നമുക്കൊക്കെ ഇപ്പൊ ഇംഗ്ലീഷ് അറിഞ്ഞിട്ടോ ഉറുദു അറിഞ്ഞിട്ടോ അല്ല, അറിയുന്ന പദം ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് ഒഴുകി അങ്ങോട്ട് വരും. അതങ്ങോട്ട് ഖിയാസ് നഹീം ഹേ എന്നൊരിക്കൽ ഞാൻ എന്റെ പാട്ടിൽ നിയമല്ല എന്നതിന് ശരിയാവില്ല എന്നറിയില്ല, എഴുതിയിട്ട് അത് പാടി. പിന്നെ അവിടെ അർത്ഥം പറയാൻ ഞാൻ നിന്നില്ല, കാരണം അതിന്റെ വ്യാകരണ പ്രകാരം ഇന്ത്യന്റെ വ്യാകരണ നഹീമ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അറിയില്ല. പക്ഷെ അത് കേട്ട ചതസ്സുന്ന ഒരാൾ എന്തിനാ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ നല്ല നിയമം ഉണ്ടല്ലോ മാപ്പിളപ്പാട്ട്, തൃശ്ശൂർ ജില്ലയിലെ കഥാപ്രസംഗത്തിന്റെ സംഭവം പഴയന്നൂർ എന്ന സ്ഥലത്ത്. അപ്പൊ അങ്ങനെ നമുക്ക് അറിയാതെ വരുമ്പോ അത് എഴുതാക്കാൻ പറ്റൂല, പാട്ടാമുട്ടിയ പാട്ടാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ പോലെ നമുക്ക് പാടാമുട്ടിയ പാടാക്കാൻ പറ്റൂല. ആ രീതിയിലാണ് നമ്മളെ നിലപാട്. അപ്പോ ഈ സാഹിത്യത്തെ നമ്മൾ തന്നെ കയ്യേറ്റാനുള്ളൂ. മാപ്പിള കവികൾ എന്ന് പറഞ്ഞ് ഇന്ന് കുമിള് പോലെ വരുന്ന ആളുകളൊന്നും മാപ്പിളപ്പാട്ടിന്റെ ഈ സാഹിത്യത്തിനോട് അഭിരുചിയുള്ളവരല്ല. മറിച്ച് നമ്മൾ പറയാറുള്ളത് പോലെ അന്നാസു അഴുതാവുമാ ജഹീലു, അതാണ് പോലും ഒരിക്കറിയില്ല. അപ്പൊ ഇത് ശത്രു അതിനായിട്ട് കുറച്ചാൾ ഏറാൻ കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇവർക്കിത് തിരിയുന്നില്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മക്കും തിരിയാതെ നമ്മൾ എഴുതണമെന്നല്ല. ഞങ്ങളെല്ലാവരും ഒരിക്കലുണ്ടായിരുന്നു, ഒരു പരിപാടിയിൽ OM ഉണ്ടായിരുന്നു, വാപ്പുണ്ടായിരുന്നു, ഇങ്ങനെയല്ല കുറെ പാട്ട് എഴുതുന്നവരെന്ന് അറിയപ്പെടുന്നവരൊക്കെ ഉള്ളിടത്ത് ഞാനൊരു വിഷയം അവതരിപ്പിക്കാണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറെ അതിന്റെ എതിർ വിഭാഗത്തിനെ മറ്റൊരു ഭാഗത്തും കൊണ്ട് നിർത്തിയിട്ടുണ്ട്. 2 വിഭാഗം തമ്മിൽ സംവാദത്തിനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ എഴുതിയ അറബി മലയാളത്തിലോ മാപ്പിളപ്പാട്ടില് പദം അർത്ഥം വെച്ച് തരാൻ എനിക്ക് തയ്യാറാണ്. അങ്ങനെ എല്ലാവരും തയ്യാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പദം അർത്ഥം ഉണ്ടാവും. ഓരോന്നിനും ഓരോ ഉദ്ദേശത്തിലല്ല, വെറുതെ അണ്ടട കണ്ടട ചെണ്ടട പണ്ടട നാക്കുന്നല്ല ഇത് എന്ന് പറഞ്ഞു. അങ്ങനെ ആക്കേണ്ടതില്ല. വൈദ്യര് പറഞ്ഞ പോലെ താളങ്ങളും ഓരോ യുദ്ധത്തിന് താളമാകുമ്പോ അതൊന്നും വേണ്ടേ, അതൊക്കെ മുൻഗാമികളെ പാട്ടുകാർ അംഗീകരിച്ച. അപ്പൊ അതുകൊണ്ട് അറബി മലയാള സാഹിത്യമാണ് നമ്മുടെ ഈ പറഞ്ഞ പൈതൃക ഭാഷ. പിതാക്കന്മാർ നമുക്ക് കിട്ടിയതല്ലേ. ഇവിടെ നമ്മൾക്ക് അറിയുന്നത് പോലെ തന്നെ മോയിൻകുട്ടി വൈദ്യരുടെ എത്രയോ വർഷം മുമ്പ് ജക്കൂം പറപ്പാട്ട് അതാദ്യം കിട്ടാനില്ലേനു, പിന്നെ നമ്മൾ കിട്ടി. പലതിപ്പോ കിട്ടാനില്ലാത്തൊക്കെ നമുക്ക് നോളജ് സിറ്റി ഞാൻ പോലുണ്ട്, അവിടെ ചെന്നാൽ കിട്ടും. കിട്ടാനില്ലാത്തൊക്കെ അവിടെ കിട്ടും. അങ്ങനെ ഓരോന്ന് പടച്ചൊന്നെ വെക്കുന്ന അത് ഓരോരുത്തരെ വെറുതെ ഒരു പണിയില്ലാത്തവർക്ക് അന്ന് ചെയ്യണത് വലിയ ദൗത്യം ഏറ്റെടുത്തിട്ട് അദ്ദേഹം ചെയ്യാണ് പിന്നത്തെ സട്ടാഫ്. അപ്പൊ ആ ജക്കൂം പടപ്പാട്ട് നോക്കിയാൽ തന്നെ കാണാം തൊങ്കൽ ഈശ്വരും മറ്റുമൊക്കെ. തൊങ്കൽ നമ്മൾ എന്താണ് പരിശോധിക്കാനും ഒക്കെ ഒരുപാട് തൊങ്കലിന് നമ്മളെ വട്ടതിരിപ്പാടുന്ന നിഘണ്ടൂരൊക്കെ നോക്കിയാൽ ആളിത്തും പല ജാതി മാനയൊക്കെ അതിലുണ്ട്. തൂങ്ങി നിൽക്കുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോ TP ആലിക്കുട്ടിക്കുരുക്കൾ തൊങ്കൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞത് അത് തൂവൽ പോലെ ലളിതമായി എല്ലാവർക്കും എങ്ങോട്ടും വഹിക്കാൻ പറ്റുന്ന ഒരു ശൈലി നടത്തും വെക്കേണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒരു വട്ടം പല വട്ടം ചോദിച്ചിട്ടില്ല. അപ്പൊ അതിനോട് സമാനമായി നമ്മൾ കണ്ടെത്തുകയാണ് വജ്ജയിക്കലാമൽ ഫൗം എന്ന് പറയും പോലെ. അപ്പൊ അതുകൊണ്ട് ഈ ഭാഷയും ഈ ഈശ്വരും ഇതിനെതിർക്കാനായിട്ട് ഒരു സംഘം വളർന്നു വരുമ്പോൾ നമ്മുടെ ഈ ആൾ കേരള കിസ്സ അനിവാര്യമാണ്.
അതിനെതിരിൽ നമ്മൾ പടപെടുത്താനും അതിനെതിരിൽ മെമ്മോറാണ്ടം കൊണ്ടുവരാനൊക്കെ നമ്മൾ തയ്യാറാണെന്നാണ് വിനീതനായി എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. വൈദ്യരൊക്കെ 1852 ജനിച്ച് 1892 വഫാത്തായി വൈദ്യരുടെ എത്രയോ മുമ്പ് ഈ ഭാഷയിലുള്ള മാപ്പിളപ്പാട്ട് ഇവിടെ ഉണ്ട്. പലൊരു കിസ്സയും മറ്റ് കിസ്സകളൊക്കെ ജനിക്കുന്നതിന് മുമ്പുണ്ട്. സക്കും പടപ്പാട്ടൊക്കെ ഉണ്ട്. അതിന്റെ മുമ്പ് ഇല്ല എന്ന് പറയാൻ പറ്റൂല. മൊയ്യദ്ദിമാരെ പറ്റി പറയുന്നുണ്ട്. എന്നാ എല്ലാ നിയമ മൊയ്യദ്ദിമാരിൽ 100% ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയല്ല നമ്മൾ. അങ്ങനെ ഉദ്ദേശിച്ച അല്ലാതെ എഴുതിയിട്ടുള്ളത് ഖാജി മുഹമ്മദ് അവർകൾ. ഇന്ന് ആ എഴുതിയ ആളുകൾ നിയമമില്ലാതെ പാട്ട് എഴുതിയത് വൈദ്യർ പോലും ചെയ്തിട്ടുണ്ട്. എന്നാ നിയമമില്ലാതിൽ നിന്ന് അവർ അംഗീകരിക്കുമെന്ന് മാത്രം. നിയമം ഉണ്ട്, ഒരു സംഗതിക്ക് നിയമമുണ്ട് എന്ന് ലോകം സമ്മതിച്ചു. ആ മുത്തവാത്തരായി വന്നാൽ പിന്നെ സമ്മതിക്കാക്കാൻ പറ്റുമല്ലോ. മാപ്പിളപ്പാട്ടിന് അതിൻ്റെതായ നിയമമുണ്ട് എന്ന് പണ്ടേ പ്രസംഗിച്ചു പോന്നു, അറിയാത്തവരും അറിയുന്നവരൊക്കെ. ഇപ്പൊ ഇവർ എന്തിനായി നിയമം എന്നാ ചോദിക്കുന്നുള്ളൂ. അവിടെ ചോദിക്കുക എന്തിനാണ് ഈ നിയമം? അങ്ങ് എഴുതിയാ പോലെ മെസ്സേജ് ഇഷ്ടം പോലെ കൊടുക്കാൻ. അപ്പൊ നിയമം ഒന്നുണ്ട് ഒരു സംഗതിക്ക് വെച്ചിട്ട് അത് വേണ്ട എന്ന് പറയുന്നത് വിവരക്കേടാണ് ഈ ചെറിയ ബുദ്ധിക്ക് പോലും. ആ നിയമങ്ങളിൽപ്പെട്ട ഒന്ന് മാത്രമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം, മറ്റു നിയമങ്ങളെ പറ്റിയല്ല. അതാണ് അറബി മലയാള സാഹിത്യം എന്ന് പറയുന്ന ഈ സംഗതി. ഈ അറബി മലയാള സാഹിത്യം നമ്മൾ ഈ അറബി മലയാളത്തിന്റെ സംസ്കൃതത്തിൽ നിന്ന് നമ്മളെ ആലുവ കുന്നത്തേരിയിൽ നിന്ന് ഇറങ്ങിയ നമ്മളെ യൂസുഫ് ഈസ താജുൽ അഖ്ബാർ, അതിന് ഇബ്രാനി ഭാഷ പോലും ഉണ്ട്. യൂസുഫ് നബിന്റെ ചരിത്രം മറ്റൊക്കെ പറയുമ്പോൾ ലളിതമാണ് ആ പാട്ട്. വൈദ്യർ അത്ര കടുകട്ടി ഇല്ലെങ്കിൽ പോലും ഒരുപാട് ഭാഷകൾ, നേരത്തെ മേജർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഭാഷകൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഉപയോഗിക്കുന്ന ഒരു ഹിക്മത്താ നമുക്ക്. എന്നാലേ പാടിപ്പറയാന്ന് പറഞ്ഞൊരു ചേർച്ചു അവിടെ ഉള്ളൂ. നമ്മൾ കളിയാക്കല്ല, എന്നാലും ഖബറെന്ന് കേട്ടാൽ തക്ഷണം ഞെട്ടേണ്ടതാ പറഞ്ഞാൽ പിന്നെന്താണ് ഞെട്ടിക്കോ ഇത്രയല്ലുള്ളൂ. ഖബറെന്ന് കേട്ടാൽ തക്ഷണം ഞെട്ട്. അതേ താഴെ തന്നെ കേൾക്കേണ്ടതാണൊരു വിഷയം ഇന്നെല്ലാരും കേട്ടിട്ട് നേരെ ചാടി വീയരുതാരും. എന്താ സംഭവം? മറ്റൊന്നുമല്ലത് പുക വലിക്കുക തന്നെ. അതോടെ കഴിഞ്ഞു. നേരെ മറിച്ച് അറബി മലയാളത്തിൽ മൂപ്പർ ഉദ്ദേശിക്കാത്തോണ്ട് മൂപ്പർക്കാവുമാവില്ല എന്നല്ല, അറബി മലയാള സാഹിത്യത്തിലാകുമ്പോൾ അത് പാടിപ്പറയാതെ നടക്കൂല. അത് മാത്രമല്ല, അതിൽ ഒരു പാട്ടിൽ ഉൾപ്പെടുത്തേണ്ടത് 10 പാട്ടിൽ ഉൾപ്പെടുത്തേണ്ടത് ഒരു പാട്ടിൽ പറ്റും. അതാണ് അറബി മലയാള സാഹിത്യം ഉണ്ടായത്. നമ്മളെ കൂട്ടത്തിൽ തന്നെ പെട്ട ഞാൻ എനിക്കറിയണത് പറയാം, അതിനേക്കാൾ പ്രഗത്ഭനില്ല എന്നല്ല. അബു ആബിൻ മുർഷിദി അദ്ദേഹത്തിന്റെ സൽമാൻ ഫാരിസ് ഒക്കെ നോക്കി നിങ്ങൾ ഈ കാലത്ത് എഴുതിയതെല്ലാം തോന്നുന്നു. ആളെ മുഖം നോക്കി പരിചയപ്പെടാക്കല്ല, അയാളെ അൽഹംദുലില്ലാഹയോടുകൂടെ ഓർക്കുകയാണ്. എത്രയോ മുമ്പ് എഴുതപ്പെട്ട പാട്ടിനോട് സമാനമായ പദപ്രയോഗം അതിനെ ചൂടപ്പിച്ച് എഴുതാൻ തയ്യാറാവുകയാണ് എല്ലാവരും വേണ്ടത്, അതല്ലാതെ അതിനെ എതിർക്കുകയല്ല. അതെന്തിനാ ഇക്കാലത്ത് അങ്ങനെ എഴുതി? അയാൾക്ക് കുറെ മുമ്പ് ഞാൻ കാണിച്ചു കൊടുത്തത് കൗതുകത്തോടെ ചില ആളുകൾക്ക് കാണിച്ചു കൊടുത്തോ പറഞ്ഞ് അയാൾക്ക് ഒരു 10-50 കൊല്ലം മുമ്പ്, പതിറ്റാണ്ടുകൾ മുമ്പ് നടക്കേണ്ട ആളെ ഇന്നെന്തിനാ ഇത്? വൈദ്യരും അങ്ങനെ കൊണ്ടോട്ടിയിൽ ആ കാലത്തെ ഭാഷയിലാ എഴുതിയത് എന്നോട് പറയാം. ഞാൻ ചോദിച്ചു, എന്റെ മലപ്പുറം ജില്ലയിലാണ് കൊണ്ടോട്ടി. അവിടെ അറബ്, നെരൽ, അമരസുരർ എന്നിത്യാദി ഭാഷ സംസാരിച്ച് ഏതെങ്കിലും ഒരു ദിവസം അവിടുത്തെ ഒരു ആഴ്ചത്താത്താക്കോ കരീശത്താത്താക്കോ ഉണ്ടോ? അതല്ല വൈദ്യരെ പാട്ട്. അറബ്, നെരൽ, അമരസുരർ അങ്ങനത്തെ ഭാഷ അവിടെ ആരെങ്കിലും സംസാരിക്കും? വൈദ്യർ ഇങ്ങനെ പറഞ്ഞോളല്ലാതെ. അപ്പൊ അതൊക്കെ വെറുതെ വിവരമില്ലാത്തതുകൊണ്ട് പറയും. വെറുതെ വിവരമില്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചാളുടെ ഇറങ്ങി ഞങ്ങൾ ഒറ്റപ്പെടും എന്ന് പറഞ്ഞ് ഞങ്ങളെ അടക്കി നിർത്തേണ്ടി വരും. അപ്പൊ ഈ അറബി മലയാളം നമുക്ക് ഒരുപാട് വിഷയം ഒറ്റ ഇസയിൽ കൊണ്ടുവരാൻ പറ്റുന്നു. പക്ഷെ അത് കഥ പാടി പറയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ വേണം, പഠിക്കണം. നാരിയ കീറിയിട്ട് അതിന്റെ പദങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അവതരണത്തിന്റെ വലിപ്പവും വണ്ണവും അതും കുറയും. അതാണ് വിവരമുള്ള മുൻകാല കാതികന്മാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഞാനങ്ങനെ പഠിച്ച ആളല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വ്യത്യാസം പറയാൻ കാരണം. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ എന്താ, ജയപുത്തിരർ പിറന്ന് ഉണ്ട്. ജയപുത്തിര അതും ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞത്. വിജയികളായ 10, 12, 13 ആളുകൾ പിറന്നു യാക്കോബിന്റെ ദിക്കിന് പറയുമ്പോ നമ്മൾ എന്താക്കുക? ജയപുത്തിരർ പിറന്ന് അങ്ങനെ അവതരിപ്പിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അവർക്ക് അഭിജതും ഇല്ല, അജബതും ഇല്ല, ഒന്നുമില്ല. പിന്നെ അവരെ നിർത്താൻ അടക്കാലത്ത് നമ്മളെ സ്വന്തം ആളുകളൊക്കെ അതിലുണ്ടെങ്കിലും അങ്ങനെയല്ല. ആദ്യം തന്നെ ഉണ്ട് നരേഫാലൻ അസേന എന്ന സോജത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വരി ഉണ്ടല്ലോ, ഒരു തൊങ്കല് നമ്മളെ യൂസുഫ് വിസിയാണ്. അതും അയാളെന്നെ അവതരിപ്പിക്കാം. സുലേഖ വളരെ സുന്ദരിയായിരുന്നു അതിന്റെ അർത്ഥം.
ഉണ്ട് നറഫാൻ നസന എന്ന് പറഞ്ഞാൽ കാരികന്മാരുടെ വളരെ സുന്ദരിയാണ്. അത് പിന്നെ പറഞ്ഞു അതുവരെ ഈശ്വരികളിൽ സ്ഥാപിച്ച സംഗതിയാണ്. സുരേഖ സുന്ദരിയാണ്, യൂസുഫ് സുന്ദരനാണ്. പിന്നെ അതന്നെ എന്തെങ്കിലും ഇത് പറയണ്ട, എന്നാ പറയാറുണ്ടായാലും മതി. നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാം അറിയോ? എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും എല്ലാവരും ഒന്നും അറിയെങ്കിൽ മുൻഗാമികൾക്കും വല്ല സ്ഥാനമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും എല്ലാം അറിയില്ല. അതിനൊക്കെ ഉള്ള അറിവുകൾ അതിനായിട്ട് നടന്നവർക്കോ പഠിച്ച് ഓരോന്നിനും അല്ല ഓരോരുത്തർക്കും നിയോഗം മനസ്സിലാക്കിയിട്ട് അവർ ചെയ്യണം. അപ്പൊ ഞാൻ ചെറിയ കാലത്ത് ദർസ് നടത്താം 35-36 കൊല്ലമായിട്ട്. ഞാൻ അതാണല്ലോ വിജയിപ്പിക്കേണ്ടത്. ആവും പോലെ കഥാപ്രസംഗ രംഗത്തേക്ക് മാത്രം അല്ലാഹുത്താല തളച്ചിട്ട ആളുകൾ തളച്ചിട്ടു എന്നല്ല, അതിനുവേണ്ടി പറഞ്ഞു വിട്ട ആളുകൾ അത് നല്ലപോലെ നോക്കണം. ഈ പദങ്ങളൊക്കെ കീറി പഠിക്കണം. അറബി മലയാളമാവുന്ന ഇത് രൂപപ്പെട്ട് വന്നതാ. അതൊരു ശാസ്ത്രമാണ്. ഭാഗ്യവശാൽ നമുക്ക് വൈദ്യർ സ്മാരകത്തിന്റെ ഒക്കെ ആസാദ് വണ്ടൂർ പോലത്തെ കുറച്ച് വഹാബി ഷോ ഉള്ള ആളുകൾ പോലും അറബി മലയാളം എന്നാണ് ബഹുമാനിച്ച് അതിനെ പറയാൻ ആദ്യം തയ്യാറായി. ഇനി അവർക്ക് മാറ്റാൻ പറ്റുന്നില്ല. അവർക്കിനി അറബി മലയാളത്തിനെ റദ്ദാക്കാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ മാപ്പിളപ്പാട്ടിന് അവർ ഉദാഹരണം പറഞ്ഞതാ നമ്മൾ ആസാദ് വണ്ടൂരൊക്കെ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്ന ഭാസ്കരൻ മാഷ പാട്ട്, അതാണ് നല്ല മാപ്പിളപ്പാട്ട് ഉദാഹരണം പറഞ്ഞു. എന്നിട്ട് പിന്നെ പറയാം അറബി മലയാളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ്. അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്താ എന്താ പൈസ എത്തിച്ചേർത്ത കൊടുക്കണ്ട. തങ്ങളവറുകൾ മദീനയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കിഴവനായ വയസ്സനായ ഒരു ശൈഖായ ഒരു മനുഷ്യൻ തന്റെ മകനെയോ അല്ലെങ്കിൽ പേരക്കുട്ടിയെയോ കളിപ്പിക്കുക ഒരു വീട്ടിൽ നിന്ന്. അപ്പൊ അയാളിങ്ങനെ ഒരു വൃത്ത വിരുദ്ധമായ ഒരു ഈരടി ആലോചിച്ചപ്പോ അത് കേട്ടിട്ട് ഖലീൽ ബിൻ അഹ്മദ് തങ്ങൾക്ക് തോന്നി പാട്ടുകൾക്ക് ഇങ്ങനെ ഒരു വൃത്തമുണ്ടാക്കാം. അങ്ങനെ അവരാണ് അറബി വൃത്തമുണ്ടാക്കിയത്. അതിൽ നിന്നും തമിഴിന്റെ വൃത്തത്തിൽ നിന്നാണ് നമ്മളെ മാപ്പിളപ്പാട്ടിന്റെ ഇശലുകൾ വരുന്നതെന്നാണ് ചരിത്രകാരന്മാർ പലരും എഴുതുന്നത്. എന്ന് ആ വൃത്തം പാടിയപ്പോ അത് തിരക്കിലുള്ള ചുവട് എന്ന് മനസ്സിലാക്കിയിട്ട് മഹാനവറുകൾ അങ്ങനെ ആലോചിച്ച് 15 വൃത്തങ്ങൾ ബഹുമാനപ്പെട്ട ഖലീൽ ബിൻ അഹ്മദ് റളിയല്ലാഹു തആല അൻഹു നഹ്ബിലും അറൂൽ കാഫിയിലും ഒക്കെ പാണ്ഡിത്യമുള്ള അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹം ഉണ്ടാക്കി വെല്ലുവിളിക്കും പോലെ ഇനി ഒന്നും ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല. ശിഷ്യന്മാർ മുഴുവനും അത് ഏറ്റെടുത്തു. ആരും അതിന് റദ്ദായ അങ്ങനെ ഏറ്റെടുത്തു. പക്ഷെ ചിന്തിച്ച് ഇമാ അഖ്ഫശ് തങ്ങള് മുത്തദാരിക്ക് ഒരു വൃത്തവും കൂടി ഉണ്ടാക്കി. അതുണ്ടാക്കി ഉസ്താദിന്റെ മുമ്പിൽ കൊണ്ടുപോയി കുറച്ചൊക്കെ ഉസ്താദ് അത് അംഗീകരിച്ചു. അങ്ങനെയാണല്ലോ നമുക്ക് 16 വൃത്തം. പിന്നെ ശാഖയും ശാഖോപശാഖയുമായി അതിന്റെ വെർബുകളും നെയ്വുകളുമായി പിന്നെ അതിന് വരുന്നു. അതൊക്കെ നമ്മൾ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇതൊരു പൈതൃകമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ. അപ്പൊ അതിനോട് ചുവടൊപ്പിച്ച് മദീദ് വൃത്തം എന്നൊക്കെ പറഞ്ഞോട് ചുവടൊപ്പിച്ചല്ലേ ഒപ്പര വരുന്നത്. പല വൃത്തത്തിന്റെയും കണ്ടൻസുകൾ, പല ഇസറിന്റെയും കണ്ടൻസുകൾ അറബി അറൂൽ കാഫിയയിൽ പഠിക്കുന്ന നമ്മുടെ 10-16 വൃത്തങ്ങളോട് സമാനമുള്ളതായി കാണാൻ നമുക്ക് പറ്റും. അതിലൂടെ പുലവന്മാരുടെ അംശക്കുട്ടി പുലവർ, ആലിക്കുട്ടി പുലവർ, മറ്റു പുലവർ എന്നൊക്കെ ഗുണംകുടി വസ്താൻ അവരൊക്കെ പാടിയത് നോക്കിയാലും വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് വൈദ്യർ സ്മാരകത്തിൽ വെക്കേഷൻ കാലത്ത് 40 ദിവസത്തെ ക്ലാസ്സിൽ ഒരു ദിവസം നമുക്ക് ഒരു ചാൻസ് ഉണ്ടായി കുറച്ച്. അപ്പൊ നമ്മൾ ഈ വൃത്തം വല്ലാതെ പറഞ്ഞപ്പോ മാപ്പിളപ്പാട്ടിന്റെ നിയമം അങ്ങനെ തന്നെ വൃത്തം അതിന് നിയമമുള്ള പോലെ എത്ര നിയമം നമ്മൾ അറബിക്കുള്ള നിയമം പോലെ അതിന്റെ വത്തിത് മഫ്റൂഖും വത്തിത് മജ്മൂവും ഒക്കെ പറഞ്ഞാല് നമുക്കറിയാം സബബ് ഖഫീഫും സബബ് സഖീലും അതൊക്കെ വെച്ചൊരാൾ ഡേറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ ഒരു സ്വദുര അജുസും ഒരു ദിവസം ഉണ്ടാക്കാൻ പ്രയാസമായി. അത്ര പ്രയാസമുള്ളതാണ് ഇബ്നു മാലിക് തങ്ങളും മറ്റൊക്കെ 1000ഓളം ഡേറ്റ് ഉണ്ടാക്കിയത്. അത് പറയുമ്പോ അങ്ങനെ തന്നെ മാപ്പിളപ്പാട്ടിന് നിയമമുണ്ട് മക്കളെ അത് പഠിക്കണം എന്ന് പറയുമ്പോ അവിടെ കൂടിയ വലിയ വലിയ മനുഷ്യന്മാര് 40 ദിവസത്തേക്ക് രാപ്പകല് കഴിയുക എന്ന് അവിടെ പാർക്കുക. അവര് ചോദിച്ചു എന്നാ പിന്നെ ലോകാകെ അറിയപ്പെട്ട തഴവന്റെ പാട്ടിൽ നിങ്ങൾ ഈ പറഞ്ഞ കമ്പിയും കഴുത്തും വാൽക്കമ്പിയും വാരുമ്പക്കമ്പി അറബി മലയാളമൊന്നും ഇല്ലല്ലോ. തഴവന്റെ മാപ്പിളപ്പാട്ടല്ലേ? ആരെ പറഞ്ഞു ചോദിച്ചാണ്. ആരെ പറഞ്ഞു തഴവന്റെ മാപ്പിളപ്പാട്ട? തഴവ അറിഞ്ഞോ? പിന്നെ അത് മാപ്പിളപ്പാട്ട്, അത് ലോകമാണെന്ന് അംഗീകരിച്ച. എന്നാ താഴെ പറഞ്ഞ മാപ്പിളപ്പാട്ടല്ല. റജസിന്റെ രീതിയിലാണ് ഇതിന് പോക്കുള്ളത്, ഹൃദ്യസ്ഥമാക്കാനും അതാവഴി നല്ലത്. 1-ാം ഭാഗത്തിന്റെ തുടക്കത്തിലുണ്ട്. ഇത് റജസാണ്. റജസ് പറഞ്ഞാൽ അറബി വൃത്തത്തിന്റെ അല്ലേ, അതിന്റെ രീതിയിൽ അതിന്റെ പോക്ക് എന്നാ പറഞ്ഞിട്ടുള്ളൂ. റജസിന്റെ എല്ലാം നിയമമുണ്ടെന്ന് അതും പറഞ്ഞിട്ടില്ല മൂപ്പര്. അപ്പൊ ആയതുകൊണ്ട് മാപ്പിളപ്പാട്ടല്ല നൽത്തന്നുണ്ട് അപ്പളായിട്ടുള്ളൂ. ഓരോരുത്തരും മുൻവിധി തീരുമാനിച്ചിരിക്കുകയാണ്.
എന്നിട്ട് അവരെ പാട്ടിൽ നമ്മൾ പറയുന്നില്ല അവരെ പാട്ടിൽ നിയമമുണ്ടോ ഇവരെ പാട്ടിൽ നിയമമുണ്ടോ എന്ന് നമ്മളോട് വന്ന് ചോദിക്കുന്നത്. അതിൽ അറബി മലയാളം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോരുത്തരുടെ പാട്ടിൽ നിയമം ഉണ്ടാക്കിയല്ല, നമ്മൾ നമ്മുടെ പാട്ടിൽ നിയമം ഉണ്ടാക്കുകയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ മൊയ്നുദ്ദീൻ ഷാഹി എന്നവരുടെ ആ പേശക്കാരന്റെ ബുക്ക് പരിഭാഷപ്പെടുത്തിക്കാണ്ട് ബദറുൽ മുനീർ ഉസൂലുൽ ജമാലത്ത് ഉണ്ടാക്കി. അന്ന് ശക്തമായ അറബി മലയാളമില്ല. പിന്നെയാണ് ശക്തമായി, അതിൽ തന്നെ ഒരുപാടുണ്ട്. പിന്നെയാണ് ശക്തമായി ആ മലപ്പുറം പടയും ബദറൊക്കെ വരുമ്പോ മലപ്പുറം പടയിൽ വീണ്ടും ശക്തിയാണ്. മലപ്പുറത്തെ കിസ്സയാണല്ലോ ഈ പറഞ്ഞത്, ബദറത്തെ കിസ്സ ഒന്നല്ല. അതിലും നല്ല മലപ്പുറത്തെ കിസ്സ കൊണ്ടോട്ടിക്കാരൻ പറയുമ്പോ അറബി മലയാളം ഒരുപാട് പദങ്ങൾ, അയാൾ വലിയ അറബി പണ്ഡിതനല്ല, പഠിച്ച് ഉപയോഗിക്കാണ് വൈദ്യരെന്ന് നമ്മൾ മനസ്സിലാക്കണം. അറബി മലയാളം പഠിച്ച് ഉപയോഗിക്കാൻ. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ കളരി അഭ്യാസത്തിന്റെ മുറകൾ എഴുതാൻ വേണ്ടി ഒരാൾ എന്നെ വിളിച്ചു, എൻ്റെ ഒരു ഗുരു നിൽക്കാം. അപ്പൊ എഴുതല്ലേ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാലും ചുമട്ടടിയും കൈത്തടിയും ഒക്കെ എഴുതാൻ വേണ്ടി കുറച്ച് എഴുതിക്കൊണ്ട്, ഇതല്ല അറബി മലയാളത്തിൽ എഴുതണം, ഇല്ലെങ്കിൽ പലരും ഇത് വായിച്ചാളെ. അറബി സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, മലയാളമുണ്ട്, അറബി മലയാളം അങ്ങനെ പഠിപ്പിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അതിൽ എഴുതണം. ഇങ്ങനത്തെ സ്വകാര്യത ഈ പാട്ടിന് മുമ്പ് ഉണ്ടായിരുന്നു. അത് ഇല്ലാതാക്കിയത് ഈ ചില ആളുകളാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളതിന് സമ്മതിക്കാൻ പാടില്ല. അതുപോലെ നാടൻ രീതിയിൽ എഴുതണ്ടാതെ മാപ്പിളപ്പാട്ട അവിടെ അങ്ങനെയല്ലല്ലോ നമ്മൾ പറയുന്നത്. ഈ എഴുതപ്പെട്ട മഹാന്മാരുടെ അതുപോലെ ഇനിയും എഴുതണം. അതാണ് ജീവൻ തുളുമ്പുന്ന യഥാർത്ഥ അർത്ഥഗർഭമായ അങ്കിങ്കും പൊങ്കും പങ്കജ സ്വർഗം കളകൻ കേമക്കിരീട തങ്കരഥങ്ങളിൽ പൊങ്കുമലങ്കൃത ടി.പി. അലിക്കുട്ടി കുരുക്കൾ അവർ എഴുതിയതാണ്. എന്റെ ഗുരുനാഥനാണ്. അവിടെ പഠിക്കാൻ പോകുമ്പോ പലരും ആളെ പരിചയമുള്ളവരോട് എന്തിനാ എമ്മച്ച അവിടെ പോണേ, ആൾ നിൽക്കരിക്കൂല. നിൽക്കാനും ഞാൻ 3ാം ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്. ഞാൻ പാട്ട് പഠിക്കാനാ പോണ, നിൽക്കാനും പഠിക്കാനല്ല. നമ്മളെ നാരായണ മാസം 1ാം ക്ലാസ് പഠിപ്പിച്ചു. അപ്പൊ നമ്മളതല്ല, ഓരോ ഗുരുനാഥന്മാരെ നമ്മൾ നോക്കണ്ടേ. അപ്പൊ ആര് പഠിപ്പിച്ചാൽ എന്താ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിച്ചൂടെ, അത് പഠിക്കാൻ നമുക്ക്. ഈ അറബി മലയാള സാഹിത്യത്തിനെ പരസ്യപ്പെടുത്താനും അതിനെ പൊക്കിപ്പിടിക്കാനും ഈ കഥാപ്രസംഗ സംഘം പോലെ വേറെ ആരും ഉണ്ടാവില്ല. മാപ്പിളപ്പാട്ടുകാർ തമ്മിൽ അങ്ങോട്ടും അഭിപ്രായം നടത്തിയിട്ട് ഇതിൽ അങ്ങോട്ടോ ഇത് ഇങ്ങോട്ടൊക്കെ ആളുകൾ പോയിക്കൊണ്ടിരിക്കും. കുറച്ച് എഴുതാൻ പഠിച്ചിട്ട് എഴുതാൻ കഴിയാക്കുമ്പോ മാറി നിൽക്കാം. ഇപ്പൊ നമ്മളെ ഗ്രൂപ്പിലൊക്കെ നൂറുകണക്കിന് ആളുകൾ വന്നിട്ട് അവസാനം 10-20 ആള് മാത്രം നിലനിൽക്കും. എന്താ, അല്ലാത്തവരോട് പോകാൻ മാറി, അവർക്ക് ഇത് എഴുതാൻ കഴിയില്ല, അപ്പൊ അവർക്ക് സമയമില്ല എന്ന് പറഞ്ഞ് മാറി. അതാണ്. അപ്പൊ നമ്മൾ ഇതിൽ പറയുന്ന അഭിജത് കണക്കും അറബി കണക്കും, അറബി തന്നെ പലജാതി അറബികളും അറബി പ്രയോഗങ്ങളും ഇംഗ്ലീഷിൽ പലജാതിയും ഒക്കെ മുൻകാലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മറ്റ് പല ഭാഷാ ശൈലിയും ഒക്കെ ഇതിലുണ്ട്. അത് ആഹാ ബാഹ എന്നൊക്കെ പറഞ്ഞാൽ ആഹാ എന്ന് അർത്ഥം വെച്ചവരുണ്ട്. ആഹാ തമാശക്ക് പറയല്ല, ശരിക്കാ പറയല്ല. ആഹാ എന്തായിരുന്നു ആ ബദർ എന്നാണോ. കസംഹ എന്ന് പറഞ്ഞാലോ ജയിച്ചപ്പോഴാണ് കസംഹ. ആഹയ്ക്ക് അങ്ങനെ കസമാക്കുന്നതൊക്കെ അത് പിന്നെ അങ്ങനെ പോകല. ഇവര് മനസ്സിലാക്കുന്ന ബിരിയാണിന്ന് കൂടെ കിട്ടിയാലും അതോ കസ്മസ കിസ്കസാറ് തിന്നുമ്പോൾ അങ്ങ് പോയാൽ മതി എന്നാ. ഇത് പദവിടെ പഠിച്ച ആളുകൾ ഇപ്പുറത്തുണ്ടാകുമ്പോൾ നടക്കോ. അപ്പൊ ഈ സംഘം നമ്മൾ ഇങ്ങനെ പോരാ, അതിനേക്കാൾ ശക്തിയായിട്ട് ഓരോരുത്തരും പതാർക്കും മടി ഉണ്ടാകരുത്. എനിക്ക് കുറെ അറിയാത്തതുണ്ട്, ഞാൻ ചോദിക്കും, മടി ഉണ്ടാകരുത്. മുൻഗാമികളായിട്ട് പഠിച്ച ആളുകൾ, നമ്മുടെ കാരണവന്മാര്, അവരോട് നമ്മൾ ചോദിച്ച് പഠിച്ച് നമ്മളെല്ലാം അതിന്റെ വിവരസ്ഥരായി മാറണം. അതാണ്. ചണ്ടമയ ചിലതുണ്ടാവും, സാധാ തമയിൽ ചില പദങ്ങളുണ്ടാവും. ചന്തമയാണല്ലോ നമ്മൾ അറബിൻ അർബാന്റെ അറബി എന്ന് പറയുന്ന പോലെ ചന്തമയ ഉണ്ടാവും ചില പദത്തിൽ, അല്ലാത്ത പദങ്ങളുണ്ട്. ജനങ്ങളിപ്പോ മനസ്സിലാക്കുന്ന പുറത്ത് ഡണ്ട ഗുങ്ക എന്നാണ്, അതൊക്കെ തമിഴാണ്. അത് മാപ്പിളപ്പാട് തമിഴായി. എമ്മച്ച് തമിഴ് അറിവാണ് അറിയില്ല എന്നാണ്. എനിക്ക് അങ്ങനെ തമിഴൊന്നും അറിയില്ല, എഴുതാനും വായിച്ചാനും അറിയും, കുറച്ചൊക്കെ സംസാരിക്കുന്നല്ല, വലിയ തമിഴൊന്നും അറിയില്ല. പിന്നെ എങ്ങനെ തമിഴെങ്ങനെ കിട്ടുന്നത്? അപ്പൊ ഇതൊക്കെ തമിഴാണ്. ചെയ്യൽ വികാരങ്ങളായിട്ട് ദ്രാവിഡ വൃത്തങ്ങൾക്കും സംസ്കൃത വൃത്തങ്ങൾക്കും ഉപയോഗിച്ച് വന്നത് മാപ്പിളക്കവികൾ ഉപയോഗിക്കും. വലിത്തൽ പ്രയോഗം, വെലിത്തൽ പ്രയോഗം, നൂത്തൽ പ്രയോഗം, കുറുക്കൽ പ്രയോഗം, തൊകുത്തൽ പ്രയോഗം എന്ന് പറയുന്ന 5-6 ചെയ്യൽ വികാരങ്ങള് ദ്രാവിഡ വൃത്തശീലുകൾക്കും സംസ്കൃത വൃത്തങ്ങൾക്കുള്ളത് നമ്മുടെ മാപ്പിളപ്പാട്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനുൾ ഫലം നമ്മൾ അതിനുള്ള എന്നുള്ളത് അതിനുൾ എന്ന വെലിത്തൽ പ്രയോഗമല്ലേ. അതിനുൾ ഫലം, അതിനുള്ള ഫലം, അതിന്റെ ഉള്ളിലെ ഫലം ഒന്നല്ല. അങ്ങനെ വെച്ചാല് ചിലപ്പോൾ മുത്തറാദിഫായി വരും, മാത്രം എല്ലായിടത്തും നടക്കൂല. ഇങ്ങനൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ പഠിക്കണം. കവിതകളും പഠിക്കണം. കവിതകളും നമ്മൾ പഠിക്കണം. നമുക്ക് എന്തെങ്കിലും കുറവില്ലല്ലോ.
നമുക്കെന്താ മഞ്ചരിയും കാകളിയും അന്നനടിയും കേകയും അനുഷ്ടുപ്പും ഒക്കെ ഇന്ദ്രവജ്രയും നരേന്ദ്രവജ്രയും ഒക്കെ നമുക്ക് പഠിച്ചാലെന്താ? സംസ്കൃത വൃത്തങ്ങൾ ദ്രാവിഡ വൃത്തങ്ങളാണ് നമ്മളെ ഭാഷാവൃത്തം. സംസ്കൃത വൃത്തം നമ്മുടെ അന്യവൃത്തമായിട്ടാ പറയപ്പെടുന്നത്. എന്നാലും രണ്ടും പഠിക്കാൻ പറ്റും. നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച മഞ്ചരി വൃത്തങ്ങളൊക്കെ ഇഷ്ടം പോലല്ലേ. ഇതല്ല മലയാളം മെയിനായിട്ട് എടുത്ത ആളുകൾ, SLCക്കൊക്കെ എടുത്ത ആളുകൾക്ക് ചോദിക്കപ്പെടുന്ന ഇതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളും അതുമാണ് നമ്മൾ പഠിച്ചിരിക്കാൻ. അതും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. കവിതയുടെ വൃത്തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാന്മാര് കോഴിക്കോട്ട് കാലി മുഹമ്മദ് അവറുകൾ പാട്ടിന് ഇത് എഴുതി എന്ന് പറയുമ്പോൾ ഗൗസുൽ-ആലമിന്റെ കറാമത്തുകളും ചരിത്രങ്ങളൊക്കെ പാട്ടിലെഴുതി. പഴയ കാലത്തെ പാട്ടിനാണുള്ള സ്ഥാനം. യഥാർത്ഥത്തിൽ ലളിത കലകളിൽ ഒന്ന് പാട്ടാണെന്ന് ആ പലരും വീക്ഷിച്ചിട്ടുള്ളത്. ഒന്ന് പ്രസംഗത്തിന്റെ മുമ്പ് പാട്ടാണെന്ന് വീക്ഷിച്ചവരുണ്ട്, ഒരുപാട് ആളുകൾ പറഞ്ഞവരുണ്ട്. ഒന്നാമതായി ലളിത കലയിൽ പ്രസംഗമല്ല പാട്ടാ. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ശൈലിയിൽ പ്രസംഗിച്ചാൽ അതിൻ്റെതായ 4-5 നിയമങ്ങളേ ഉള്ളൂ. ആ നിയമം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. നമ്മളെ വിഷയമല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പാട്ടും അതല്ലല്ലോ, അതൊക്കെ ഒത്തതാകണ്ടേ. പച്ച മലയാളത്തിൽ പാട്ടേറ്റ് പുലിക്കോട്ടിൽ സാഹിബ് പോലത്തെ അത് പാട്ടല്ലാന്ന് നമ്മൾ പറയുന്നില്ല. അതിൽ അറബി മലയാളം തപ്പിയാൽ ചിലപ്പം കിട്ടൂല. മുരുകാക്കായിക്ക് വന്ന മൂപ്പര് കാണിച്ചു തന്ന് മൂച്ചിപ്പീരാന്തിനാലെ തെറ്റി ഞാനെന്ന് അത് മൂത്തരമ്പാത്തുന്ന ജന്തു ചതിച്ചതാണെന്ന്. അതുകൊണ്ട് ഇതാണിപ്പോ പാട്ട്. അത് പുലിക്കോട്ടിന്റെ പാട്ടാ. കേരള സർക്കാരിന്റെ ചെലവിൽ അച്ചടിച്ചതാണ്. പക്ഷെ അതിന് വേറെ ചില കഴിവുകളും മറ്റും കണ്ടിട്ടാണ്, കലാ വൈഭവം കണ്ടിട്ടാണ് അവർ അച്ചടിച്ചത്. അല്ലാതെ അറബി മലയാളിന്റെ ഗണത്തല്ല. അതിന്റെ മുമ്പ് മഹാകവി അന്ന് ഇന്നും പറയപ്പെടുന്നത് ആ പാട്ടുകാരനെ അല്ല. അതാരെയാ പറയുന്നത്? അത് മോയിൻകുട്ടി വൈദ്യരാ പറയുന്നത്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ തലക്കെട്ടിന് മഹാകവി എന്നുള്ള ആ ഒരു ടൈറ്റൽ എടുത്തു മാറ്റാൻ ആരും പറയുന്നില്ല. സംസ്കൃതം അതുപോലെ നമുക്ക് പഠിക്കാൻ പറ്റും. സംസ്കൃതം പഠിക്കണമെങ്കിൽ നമുക്ക് വിരോധമൊന്നുമില്ലല്ലോ. ദ്രാവിഡ കവിതയിൽ നിന്ന് സംസ്കൃതം എന്നെടുത്തു മാറ്റും, അന്ന് മാപ്പിളപ്പാട്ടിൽ നിന്ന് അറബി എടുത്തു മാറ്റാം എന്നാണ് ഒരിക്കൽ TP അലിക്കുട്ടി ഗുരുക്കൾ ഉറക്കെ പ്രഖ്യാപിച്ചത്. അതാണ്, അവർക്ക് സംസ്കൃതം പറ്റും, നമുക്ക് അറബി പറ്റൂല. അറബിന്റെ ഒരു പദം വന്നാൽ ഒരു ചങ്ങായിക്ക് പാടാൻ വേണ്ടി നല്ലൊരു ട്രഡീഷണൽ പാട്ടൊന്നും അല്ലാത്തൊരു പാട്ട് വേണം പറഞ്ഞിട്ട് ട്രഡീഷണലിന്റെ രീതി വേണം, അത് ഒക്കൂല. തനത് മാപ്പിളപ്പാട്ടിന്റെ രീതിയിൽ എഴുതുമ്പോ അറബി പദം അറിയാതെ വരും. അപ്പൊ അത് പാടില്ല, കാര്യമായി എഴുതിയിട്ട് അത് പാടില്ല. അല്ലാതെ ട്രഡീഷണൽ ടച്ച് നമുക്ക് നടക്കൂല എന്ന് അറിഞ്ഞത് തിരക്കടിയിൽ അറിഞ്ഞത്. നമ്മൾ പാടൂല എന്ന് പറയുന്നത് നടക്കൂല. കടൂർ ഷെരീഫൊക്കെ വലിയ പാട്ടുകാരനല്ലേ. നമ്മളെ ചെറിയ കുട്ടികള് നമ്മളെ ഈ സാഹിത്യോത്സവത്തിൽ പാടുന്ന തനത് മാപ്പിളപ്പാട്ട് എന്ന് കൊടുത്തു നോക്കി ഒരു പാടൂല. ഓരോ നാവിന് വഴങ്ങൂല. നാവ് പഠിക്കാത്തതുകൊണ്ടല്ല, അത് ഓർക്കത് ശീലമായിട്ടില്ല. ചെറുപ്പത്തിലെ ഓരോ വാപ്പാരത് പാടിയിട്ടില്ല, അതുകൊണ്ടാണത്. അപ്പൊ നമ്മളെ കുട്ടികൾക്കൊന്ന് പഠിപ്പിക്കണം. ഇത് പഠിപ്പിക്കലാണ് ഇപ്പൊ ഏറ്റവും വലിയ സംഗതി. ഞാൻ സുദീർഘമാക്കുകയല്ല, ഇത് പഠിപ്പിക്കലാണ്. ഇത് നിയമം ഒത്തേന്ന് ആയും വേണം. ഇല്ലെങ്കിലും നമുക്ക് നമ്മളെ കഥ പറയാൻ നിയമത്തെ അല്ലാത്ത മുൻഗാമികൾ രചിച്ചത് നമുക്ക് നടക്കുമല്ലോ. വൈദ്യരും എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ നിയമം വേണം, നിയമത്തിന് പാട്ട് വേണം പറഞ്ഞുകൊണ്ട് ആവശ്യം. ഓരോരോ മൊഴിയും വരികളെന്നൊന്നോക്കനെ, ഓരോന്നിലും മികവുറ്റ കമ്പി കൊടുക്കനെ, പറയുന്നതാ ആദ്യക്ഷരം അത് കമ്പിയ, പ്രിയരെ അത് ഒരു പോലാക്കണം തല കമ്പിയ, പറയട്ടെ 2ാം അക്ഷരം കഴുത്താണ്, പാട്ടിന്റെ അടി തീരും വരെ ചേർത്താണ്, ഓരോ മൊഴി തുടക്കത്തിലും ഇത് വേണേ, അടിതീരുവോളം ഈ കഴുത്താവേണ്. വിശദീകരിച്ചു കൊടുത്തപ്പോ തിരക്കടില്ല. വേണം ഇതിൽ വാൾ കമ്പി കൊല്ലും പൊന്നെ, വല്ലാത്ത ഭംഗിയതാണ് വാജിബ് തന്നെ, ഉല്ലുന്നു വാൽ കമ്പി അതന്ത്യപ്രാസമാ, ഉറപ്പാണ് വാലില്ലെങ്കിൽ എന്ത് പ്രയാസമാ, പിന്നീട് വാൽമേൽ കമ്പി വേണം അതെന്നുമാ, പാട്ടിന്റെ അടി തുടരുന്നവർക്കിത് ലാസിമ, നന്നാക്കുവാൻ വേണ്ടുന്നതാവുൾ കമ്പിയും, നന്നായി പദം ജീവൻ തുളുമ്പും ഭാഷയും. അവിടെ നമ്മുടെ വിഷയം. ഭാഷപ്പതക്കം കൊണ്ട് കമ്പി തിളങ്ങിടും, ബഹുഭംഗി ചിറ്റെഴുത്താലെ ഭാവനലെങ്കിടും, നശത്തിലായി മുതലൂല് നോക്കി പോകണം, നേരിന് വേണ്ടി തന്നെ രചന നടത്തണം. അവിടെ നിന്നിട്ട് നമ്മൾ വല്ലാതെ തിളങ്ങുന്നത്. മുതലുകൾ മുൻഗാമികളുടെ കിതാബും 2 അതിനർത്ഥമുണ്ട്. മുൻഗാമികൾ എങ്ങനെ പാട്ടെഴുതി അങ്ങനെ വേണം. മുൻഗാമികളുടെ കിതാബ് നോക്കിയിട്ടാണ് ചരിത്രം ഇതാണ്. ഉമർ ഫാറൂഖ് തങ്ങൾ എപ്പോഴാ കൊല്ലപ്പെട്ടത്, അലിയാർ തങ്ങൾ ആരാ കൊന്നത്, അഭിപ്രായ വ്യത്യാസമായിട്ട് കാര്യമില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ സെയ്ഫ് ഞാൻ അവിടെ നോക്കിയിട്ടില്ല. ഞാൻ സെയ്ഫ് എന്നപ്പം അപ്പൊ മൂപ്പരന് പിന്നെ പറഞ്ഞത് മജാസായ പ്രയോഗമാണ്. മജാസ് ഉണ്ടാവുക ആരെയും സുന്ന ജസ്മു റാഹി, അള്ളാഹു അക്ബറിന്റെ റായിന് ജസ്മിയാണോ പത്തുൽ മീൻ കാണുമ്പോഴാണ് ജസ്മി. ഇസ്മിൽ അങ്ങനെ ജസ്മുണ്ടോ?
അപ്പൊ അത് സുക്കൂൻ എന്നുള്ളതിന് ജസ്മ എന്ന് പറഞ്ഞു. പിന്നെ പഠിച്ചു നോക്കുമ്പോ ഇങ്ങനെയുള്ള മജാസ് ആകാലോ. ഞാൻ വെറുതെ ഒന്ന് എന്തോ പറയാം, എന്റെ അഭിപ്രായം പറയാം. ഇപ്പൊ കേട്ട ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഭാഗം. സൈഫ് നല്ല സ്വാവ് നല്ല സ്വാവിനാ പറഞ്ഞത്. ആ സ്വാവിനെ ഇസ്തിഹാർത്താക്കിയിട്ട് സൈഫാക്കിയിട്ട് തസ്ബീഹാക്കി